നമസ്കാരം. വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ്. 2025-26 സീസണിലേക്കുള്ള ISL ഫെബ്രുവരി 14-നാണ് ആരംഭിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം മോഹൻ ബഗാനുമായി ഫെബ്രുവരി 14-നാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ അവരുടെ മുഴുവൻ ഫോറിൻ താരങ്ങളെയും ഒഴിവാക്കിയിട്ടുണ്ട്. മുഴുവൻ ഇന്ത്യൻ താരങ്ങളായി വെച്ചിട്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല, ഗോവ ഉൾപ്പെടെ ഒട്ടുമിക്ക ക്ലബ്ബുകളും അവരുടെ ഫോറിൻ താരങ്ങളെ മുഴുവനായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ താരങ്ങളെ വെച്ചായിരിക്കും അവർ ഇറങ്ങുക. ചെലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഫോറിൻ താരങ്ങളെ ഇത്തരം ക്ലബ്ബുകളെല്ലാം ഒഴിവാക്കിയിട്ടുള്ളത്. ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ താരങ്ങളെല്ലാം ഒഴിവാക്കി. കൂടാതെ യുവ ഇന്ത്യൻ താരങ്ങളായ അസറിനെയും ഐമനെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കി എന്ന് കേട്ടതോടുകൂടി ഫാൻസ് ആകെ അവരുടെ പ്രതീക്ഷ അസ്തമിച്ച മട്ടാണ്. ടീമിനെ എന്തായാലും തകർക്കാനുള്ള തയ്യാറെടുപ്പാണ് മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ആ അവസരത്തിൽ തന്നെയാണ് അതിനിടയ്ക്കാണ് റൗളിംഗ് ബോർജസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. പരിചയസമ്പന്നനായ പ്രതിരോധ താരമാണ്. ഡിഫൻസീവ് മിഡ് കൈകാര്യം ചെയ്തിട്ടുള്ള മികച്ച എക്സ്പീരിയൻസ് ഉള്ള താരമാണ്. 100-ലധികം മത്സരം കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഡിഫൻസ് ആയാലും അറ്റാക്കായാലും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന മികച്ച ഇന്ത്യൻ പ്ലെയറാണ്. നിലവിൽ താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ 40 ലക്ഷമാണ്. ISL 100 മത്സരത്തിലധികം അദ്ദേഹം കളിച്ചിട്ടുണ്ട്. എന്തായാലും ആദ്യ 11-ൽ തന്നെ ഇറങ്ങാൻ കഴിയുന്ന താരം 33-കാരനായ റൗളിംഗ് ബോർജസിനെ അദ്ദേഹം ഇതുവരെ മുംബൈ സിറ്റിക്കെതിരെയും ഈസ്റ്റ് ബംഗാൾ, നോർത്ത് ഈസ്റ്റ് എന്നീ ടീമുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. ഡിഫൻസിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും തീർച്ചയായും റൗളിംഗ് ബോർജസ്.